ഭീഷണി പ്രസംഗവുമായി പി.വി. അൻവർ. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി താടിച്ച് തല പൊട്ടിക്കുമെന്നാണ് അൻവറിന്റെ ഭീഷണി. മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണിതെന്നും അൻവർ പറഞ്ഞു. ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി.വി. അൻവർ. ഞങ്ങൾ ഈ മദ്യം കൊടുത്തുവിട്ടും മയക്കുമരുന്ന് കൊടുത്തുവിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം. എന്നൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവ് സുധീറിന് ഏരിയ സെക്രട്ടറിയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. അൻവറിന്റെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബമടക്കം. ആരാ പറയുന്നത്? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. ആ പിണറായിസം ഇങ്ങനെ ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ഈ ലോക്കൽ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് പിണറായിസം പകർന്നുകൊണ്ടിരിക്കുക. മുബഷിർ പി. അക്ബർ ചേരുന്നുണ്ട്. നമുക്കിപ്പം മുബഷിർ പി. അക്ബർ, രൂക്ഷമായ ഭാഷയിലാണല്ലോ പി.വി. അൻവർ പറയുന്നത്. അടിച്ചാൽ തലയെ വീട്ടിൽ കയറി അടിച്ചു പൊട്ടിക്കും എന്നാണ് പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. ചുങ്കത്തറയിലെ പ്രകോപനമാണോ കാരണം? തീർച്ചയായും ചുങ്കത്തറയിലെ പ്രകോപനം തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ നമുക്കറിയാം അതിനാടകീയമായ സംഭവങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പുറത്തു കണ്ടതാണ്. LDF UDF പ്രവർത്തകർ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്, UDF പ്രവർത്തകർ അൻവറിനെ സുരക്ഷിതമായ ഒരു ഷട്ടറിന്റെ റൂമിനുള്ളിലേക്ക് മാറ്റുന്നതും പിന്നീട് പുറത്ത് LDF പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് അൻവറിനെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നുൾപ്പെടെ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ LDF അംഗം അനുകൂലമായി വോട്ട് ചെയ്ത് പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ട് ചുങ്കത്തറയിൽ നടത്തിയ പൊതുയോഗത്തിൽ വെച്ചാണ് ഇത്തരമൊരു വിമർശനം CPMനെതിരെ പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം CPM എടക്കര ഏരിയ സെക്രട്ടറി രവീന്ദ്രനെതിരെ തന്നെയാണ്. നുസൈബ സുധീർ ആദ്യം LDFന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വാർഡ് അംഗം ഇപ്പോൾ UDFന്റെ ഭാഗമായി അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്ത് നമുക്കറിയാം. നുസൈബ സുധീറിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിട്ടുള്ള സുധീറിനെതിരെ CPM എടക്കര ഏരിയ സെക്രട്ടറി ഭീഷണി സന്ദേശം അയച്ചു എന്നുള്ളതാണ് അൻവർ ഒരു പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അൻവറിന്റെ പിന്നാലെ നടന്നാൽ തലയടിച്ചു പൊളിക്കുമെന്നുള്ളതാണ് രവീന്ദ്രൻ പറഞ്ഞത് എന്നുള്ളതാണ് അൻവർ വിമർശിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് പറയുകയാണ് അൻവർ തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. മദ്യവും മയക്കുമരുന്നവും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണിത് എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു അൻവറിന്റെ പ്രതികരണം. എന്തായാലും പഞ്ചായത്തിലെ ഭരണമാറ്റത്തെ ചൊല്ലി ഇപ്പോഴും ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. താങ്ക് യു മുബഷിർ പി. അക്ബർ.